ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞ് നേരെ ടെറസിലേക്കാണ് കേട്ടോ കയറിയത്. കാരണം കുറച്ച് തുണികൾ അലക്കാനുണ്ട്. വെയിൽ വന്നു കഴിഞ്ഞാൽ ടെറസിൽ നിൽക്കാനേ ആകുകയില്ല. അപ്പോൾ അത് പണിയെല്ലാം വേഗം കയ്യോടെ തീർത്ത് ടെറസിലെ ഡോറും ക്ലോസ് ആക്കിയിട്ട് ഞാൻ നേരെ താഴെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്കൊന്ന് പേരാമ്പ്ര പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ കിച്ചണിലെ പണി വേഗം തീർക്കണം. അപ്പോൾ മോളെ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ വേഗം കിച്ചണിലെ പണി തീർക്കാനായിട്ട് ഞാൻ കിച്ചണിൽ വന്ന് ഞാൻ കുറച്ച് നേരം കിച്ചണിലെ ഡോറെല്ലാം തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ വേഗം അധികം നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഉച്ചത്തേക്കും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ വേഗം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാക്കുന്നത് പുട്ടും പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുട്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഉച്ചത്തെ ലഞ്ചിന് പയറ് മെഴുക്ക് വരട്ടിയും ഉണക്കമുളക് ചുട്ടരച്ച് ഉള്ളിയും പൊടിയെല്ലാം കൂടിയുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ മത്തനും മറ്റേ പരിപ്പും കൂടി ഒരു ചെറിയ കറി ആക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലേക്ക് സോയാബീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്ത് സോയാബീൻ ഒന്ന് കുതിർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ച് ആ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ സോയാബീനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടോ. സോയാബീൻ നല്ലപോലെ കഴുകിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചത്. പിന്നെ ഓരോ കഷ്ണങ്ങളൊക്കെ അരിയാനുള്ള ഇതിലുണ്ടായിരുന്നു. വേഗം മത്തൻ്റെ തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ച് പയറിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് കളഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ കേടുള്ള അറിയില്ലല്ലോ. അപ്പോൾ വേഗം അത് മുറിച്ച് കളഞ്ഞ് പയർ മെഴുക്ക് വരട്ടിക്കുള്ള പാകാക്കാനും വെച്ച് വേഗം പരിപ്പും മത്തനും കൂടെ കഴുകി എടുത്തേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ച് പിന്നെ ആ സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയിട്ട് പിന്നെ ഇന്ന് മെഴുക്ക് വരട്ടി വെക്കുന്ന എൻ്റെ നാട്ടിലത്തെ സ്റ്റൈലിലാട്ടോ കുറച്ച് ഉണക്കമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് പയർ മെഴുക്ക് വരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മറ്റേ മുളകും ഉള്ളിയൊക്കെ ചതച്ച് വെച്ച് പിന്നെ വേഗം തന്നെ മെഴുക്ക് വരട്ടിയാക്കാൻ തോന്നുന്നു. ആ സമയം കൊണ്ട് ഞാൻ സോയാബീൻ നല്ലപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം മെഴുക്ക് വരട്ടി ആയിക്കഴിഞ്ഞപ്പോൾ ആ അടുപ്പിൽ തന്നെ ഞാൻ സോയാബീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തതിൽ പുട്ടും ആക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ആക്കിയും കൊണ്ട് വെക്കുമ്പോൾ എൻ്റെ മോൾ എഴുന്നേറ്റ് വന്ന് പിന്നെ അവളെ എടുത്തുകൊണ്ട് അവൾ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ എടുക്കണം എന്നായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളെ എടുത്ത് നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ ആ സമയം കൊണ്ട് വേഗം ആ കറികളുമായി പിന്നെ പുട്ടും ചുട്ടെടുത്ത് ചമ്മന്തി അരയ്ക്കാനുള്ളത് അരച്ച് പിന്നെ ലാസ്റ്റ് ഉണ്ടോ മീൻ കറി ചൂടാക്കാൻ വെച്ച് ആ ചൂടോടെ കഴിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വേഗം തന്നെ കിച്ചണിൽ ഒഴിവാക്കിയിട്ടുണ്ട്.